നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു പരാജയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വന്നു. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഇടതുപക്ഷ വിശ്വാസികളുടെ അല്ലെങ്കിൽ സഖാക്കളുടെ ഫേസ്ബുക്കിലായാലും മറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലായാലും കാണുന്നത് ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും തോൽക്കേണ്ടി വന്നില്ലേ എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റ് കാണുന്നത്. സംഭവം ശരിയാണ്. കോവിഡ് കാലത്തും അല്ലെങ്കിൽ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളുണ്ടായ സമയത്തും എല്ലാം ജനങ്ങളെ ചേർത്ത് പിടിച്ചൊരു മുഖ്യമന്ത്രി ആയിരുന്നു സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ ചിന്താഗതിയല്ല ഇപ്പോൾ. ഒരു കുടുംബത്തിലായാൽ പോലും, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയണം, പഴയ ചില സിനിമകളിൽ കാണാം, കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവസാനം ആ കുടുംബം ആ വ്യക്തിയെ തള്ളിപ്പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. മനുഷ്യന്മാർ അത്രയേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പത്തെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ കാണുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരത് തള്ളിപ്പറയും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ ഭാര്യയും മകൾക്കും 3 നേരം ഭക്ഷണം കൊടുത്തതിന് ശേഷം ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാണ്ട് ഞാൻ നിനക്ക് 3 നേരം നിങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ലേ, ഞാൻ നിങ്ങളെ നോക്കുന്നില്ലേ, അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും അവരോട് കാണിക്കുകയാണെങ്കിൽ, എന്നെ കാണുമ്പോൾ അവർ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം, അല്ലെങ്കിൽ എനിക്കുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നേക്കാം. പക്ഷേ അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടാവില്ല. അവരെന്നോട് പെരുമാറുന്നത് സ്നേഹം കൊണ്ടായിരിക്കില്ല, അവരെന്നോട് പെരുമാറുന്നത് ഭയം കൊണ്ടാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് എല്ലാവരും സ്നേഹത്തോടു കൂടി പെരുമാറുന്നു എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. പക്ഷേ അദ്ദേഹത്തോട് എല്ലാവരും പെരുമാറുന്നത് അദ്ദേഹത്തോടുള്ള ഭയം കൊണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് തിരിച്ചു പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു അടിച്ചമർത്തുന്ന രീതിയായിരുന്നു അദ്ദേഹം അവലംബിച്ചത്. അദ്ദേഹത്തിന് ആരൊക്കെയോ ചേർന്നൊരു സൂപ്പർ താര പദവി കൊടുത്തു. അദ്ദേഹത്തിന് അറിയാണ്ട് അദ്ദേഹം അത് മാറിപ്പോയി. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെത്തട്ടിലുള്ള പ്രവർത്തനം വല്ലാണ്ടില്ലാണ്ടായി. ഇപ്പോൾ നല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഷൊർണൂർ നഗരസഭയിൽ ഒരു CPM-ൻ്റെ കൗൺസിലറുടെ കാര്യം പറയാം. ഞാൻ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം 2-3 വട്ടം ജയിച്ച് കൗൺസിലർ ആയതാണ്, നഗരസഭാ ചെയർമാനും കാര്യങ്ങളൊക്കെ ആയതാണ്. അദ്ദേഹത്തിനോട് നമ്മളൊരു കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ, എത്ര പരിചയമുള്ള വ്യക്തിയാണെങ്കിലും പോലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പരിഗണിക്കാം, നോക്കട്ടെ, അല്ലെങ്കിൽ അത് നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് അദ്ദേഹം നമ്മളോട് ബിഹേവ് ചെയ്തിരുന്നത്. അവിടെ അടുത്ത ഒരു ഇലക്ഷൻ വന്നപ്പോൾ ആ ജയിപ്പിച്ച ജനങ്ങളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു അവിചാരിതമായിട്ട് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. അവിടെ മുതൽ ആ വ്യക്തിയുടെ തോൽവിയായിരുന്നു. അപ്പോൾ മറ്റ് പാർട്ടിക്കാർക്ക് അവിടെ കയറി കൂടാനുള്ള അവസരം ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ അവർ കയറി കൂടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളെ കേൾക്കാൻ തയ്യാറായി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി. സ്വാഭാവികമായിട്ടും ജനം അവർക്ക് വോട്ട് ചെയ്തു, അവർ ജയിച്ചു. തുടർച്ചയായിട്ട് പിന്നെ എൻ്റെ അറിവിൽ 1-2 വട്ടം ഇപ്പോഴും നിലവിലും അവിടെ BJP സ്ഥാനാർത്ഥി തന്നെയാണ്. നല്ല ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം, നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഹങ്കാരം അഹന്തയും അതിപ്പോൾ ഏത് പാർട്ടിപ്പെട്ട വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് കുടുംബനാഥനാണെങ്കിലും അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെയുള്ളവർക്കൊക്കെ ഒരു മടുപ്പും വെറുപ്പൊക്കെ തോന്നും. അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പാർട്ടിയിലല്ലാത്ത വ്യക്തിക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കേണ്ട എന്നുള്ളൊരു നിലപാട്, അത് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ 10.5 സെൻറ്റ് സ്ഥലത്തിൻ്റെ ആധാരം കൊടുത്തിട്ട് അടക്കം ഞാൻ BJP-കാരനാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ലോൺ തരാത്ത ആൾക്കാരാണ് ഇവർ. പിന്നെ ഞാൻ അന്ന് ഒരു 3-3.5 മാസം എന്നെ ചുറ്റിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സേവനം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനിതൊന്ന് വിട്ടുവെക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് ഈ പ്രസ്ഥാനത്തിനോട് ഇപ്പോഴും ഒരു സ്നേഹമുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതിൽ തുടരുന്നത്. 24 മണിക്കൂറും കൊടി പിടിച്ചു കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചിട്ടോ അങ്ങനെയുള്ളൊരു പ്രവർത്തകനല്ല ഞാൻ. ചെറുപ്പം തൊട്ടേ മനസ്സിൽ നെഞ്ചേറ്റിയ പ്രസ്ഥാനം, എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെറിയ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഗ്രനേഡിൻ്റെയും ടിയർ ഗ്യാസിൻ്റെ ഒക്കെ പൊട്ടുമ്പോഴുള്ള സുഖം എന്താണെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, പല കളക്ടറേറ്റ് പിക്കറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയിട്ട്. അപ്പോൾ എന്നെപ്പോലുള്ള സാധാരണക്കാരെ അവർ ചേർത്ത് നിർത്താൻ മടിച്ചു, അല്ലെങ്കിൽ അവരോടൊരു അകൽച്ച കാണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇനിയെങ്കിലും മുകളിൽ നിന്നും തരുന്ന ക്യാപ്സ്യൂളുകൾ അതുപോലെ പോസ്റ്ററായിട്ട് ഇട്ടിട്ടും അല്ലെങ്കിൽ കോൺഗ്രസും BJPയും കൂടിയും ചേർന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിച്ചു എന്ന് പറയാണ്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് BJPക്കാരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർ പാർട്ടി നോക്കാണ്ടാണ്, ഞാൻ ഇന്ന പാർട്ടിയുടെ വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ട് പോലും എൻ്റെ വീട്ടിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഇടപെടുന്നത് BJP പ്രവർത്തകരാണ് എൻ്റെ അച്ഛനമ്മയ്ക്കും സഹായമായി എത്തുന്നത്. അപ്പോൾ അതുപോലെ ആവണം നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കും. ഒരൊറ്റ ചിന്ത ഉണ്ടായാൽ മതി. ഇനിയും തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ജനങ്ങൾക്കിടയിൽ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ട് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇനിയും ഒരു 5 വർഷം കഴിഞ്ഞാൽ ശക്തമായിട്ട് തിരിച്ചു വരാം. ഒന്നില്ലെങ്കിൽ തിരിച്ചു വരാം, അല്ലെങ്കിൽ നാമാവശേഷമായി പോകുന്നൊരു പാർട്ടിയായി തീരാനിത്. അപ്പോൾ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണോ അല്ലെങ്കിൽ ശക്തമായി നശിപ്പിക്കണോ, ശക്തമായി തിരിച്ചു വരണോ എന്നൊക്കെ ഓരോ അണികളും ഓരോ വ്യക്തികളും ഓരോ നേതാക്കളും, അണികളെന്നല്ല ഓരോ നേതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.